നമസ്കാരം. മലയാളത്തിന്റെ മോഹൻലാൽ നായകനായി പ്രഖ്യാപിച്ച ചിത്രമായിരുന്നു വൃഷഭ. വൃഷഭ ഉപേക്ഷിച്ചതായും വാർത്തകൾ പരന്നിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ വൃഷഭ ഉപേക്ഷിച്ചിട്ടില്ല എന്നും ബാക്കി ഭാഗം വൈകാതെ ചിത്രീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അത് മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷ വാർത്ത തന്നെയാണ്. വൃഷഭയ്ക്ക് 200 കോടിയാണ് ബഡ്ജറ്റ്. സംവിധാനം നിർവഹിക്കുന്നത് നന്ദകിഷോർ ആണ്. സഹറ എസ് ഖാനായിരിക്കും നായിക. VFX-നും പ്രാധാന്യം നൽകിയുള്ള ഒരു സിനിമയായിരിക്കും വൃഷഭ. എന്തായാലും വമ്പൻ ഒരു ചിത്രമായിരിക്കും ഇത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ബറോസ് ആണ് മോഹൻലാലിന്റേതായ ഒടുവിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം. സംവിധായകൻ മോഹൻലാലാണ് ആദ്യമായി ഒടുവിൽ സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുകയെന്നത്. ബറോസിന്റെ ബഡ്ജറ്റ് 180 കോടിയിലധികമാണ് എന്ന് ചിത്രത്തിന്റെ മാർക്കറ്റിംഗ് ഹെഡ് ഡോക്ടർ ഷാരോൺ തോമസ് അവകാശപ്പെട്ടിരുന്നു. സാങ്കേതിക തികവിലെത്തിയ ഒരു ചിത്രമായിട്ടും പ്രേക്ഷകരെ ആകർഷിക്കാനാകുന്നില്ല. മോഹൻലാൽ പാടുന്നതും ബറോസ് എന്ന ചിത്രത്തിന്റെ പ്രധാന ആകർഷണമായിരുന്നു എന്നാണ് പ്രതികരണങ്ങൾ. മനോഹരമായ ഗാനപാഠ ചിത്രത്തിലേതെന്ന് താരത്തിന്റെ ആരാധകരുടെ അഭിപ്രായവുമുണ്ട്. സംവിധായകൻ മോഹൻലാലിന്റെ ബറോസ് എന്ന സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സന്തോഷ് ശിവനായിരുന്നു. ജിജോ പുന്നൂസ് എഴുതിയ കഥയിലൂടെ ചിത്രം 3Dയിൽ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിർമ്മാണം ആന്റണി പെരുമ്പാവൂർ തന്നെയായിരുന്നു. മോഹൻലാൽ നായകനാകുന്ന ഒരു ഫാന്റസി ചിത്രമായിരുന്നു ബറോസ്. മാർക്ക് കില്ലിനും ലിഡിയൻ നാദസ്വരവും സംഗീതം പകരുമ്പോൾ നായകനായി മോഹൻലാലിന്റെ ബറോസ് കഥാപാത്രം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും തിയേറ്ററിൽ ഗുണമാകുന്നില്ല. ബറോസിനെ പ്രശംസിച്ച് വിവിധ സംവിധായകരടക്കം രംഗത്തെത്തിയിരിക്കുകയാണെന്ന നേട്ടമായി മാറുന്നില്ല എന്നതും കളക്ഷൻ നിലവിൽ തെളിയിക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രം അഡ്വാൻസായി 1 കോടി രൂപയിലേറെ അധികം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും മോഹൻലാൽ ചിത്രം ബറോസ് മുന്നിട്ട് നിന്നുവെങ്കിലും ഇപ്പോൾ ഇല്ല. എന്നാൽ പിന്നീട് മോഹൻലാലിന്റെ ബറോസ് ചിത്രത്തിന് മുന്നോട്ട് പോകാനായില്ല. വിവിധ ഭാഷകളിലെ താരങ്ങളായിരുന്നു മോഹൻലാൽ ചിത്രത്തിൽ വേഷമിട്ടത്. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം ഇതായിരുന്നു. ബറോസിലേക്ക് മലയാളികളെ ഒന്നാകെ അടുപ്പിച്ച ഘടകം. കാലങ്ങൾ നീണ്ട തന്റെ അഭിനയ ജീവിതത്തിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങളുമായി മോഹൻലാൽ സംവിധായകന്റെ കുപ്പായം അണിഞ്ഞപ്പോൾ ആരാധകരിലും ആവേശം ഇരട്ടിയായിരുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ഡിസംബർ 25-നാണ് ബറോസ് തിയേറ്ററുകളിൽ എത്തിയത്. കുട്ടി പ്രേക്ഷകർ തന്നെ ആവേശത്തോടെ ഏറ്റെടുത്ത ചിത്രം ഇതുവരെ നേടിയ കളക്ഷൻ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് സൈറ്റായ സാഗ്നിക്കിന്റെ റിപ്പോർട്ട് പ്രകാരം 9.8 കോടിയാണ് ഇതുവരെ നേടിയിരിക്കുന്നത്. റിലീസ് ചെയ്ത് 8 ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ കണക്കാക്കിയത് 8-ാം ദിവസം 42 ലക്ഷം രൂപ മാത്രമാണ് ബറോസിന് നേടാനായതെന്നും ഇവർ റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാ ദിവസവും കൂട്ടിച്ചേർത്ത് 10 കോടി ബറോസിന് നേടാനായിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ബൊഗൈൻവില്ല, മഞ്ഞുമൽ ബോയ്സ് എന്നീ സിനിമകളുടെ ആദ്യദിന കളക്ഷനുമായി ബറോസ് മറികടക്കുകയും ചെയ്തിരുന്നു. ആദ്യ ദിനം വൻ കളക്ഷൻ നേടിയ ചിത്രം പിന്നീടുള്ള ദിനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് കരുതിയെങ്കിലും അതിന് സാധിച്ചില്ല എന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാക്കുന്നുണ്ട്. ബറോസിന്റെ ബഡ്ജറ്റ് 180 കോടിയിലധികമാണെന്ന് അടുത്തിടെ ചിത്രത്തിന്റെ മാർക്കറ്റിംഗ് ഹെഡ് ആയ ഡോക്ടർ ഷാരോൺ തോമസ് തുറന്നു പറഞ്ഞിരുന്നു.